ഹലോ കുട്ടികളെ, ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പഠിക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിർത്തിയേ? Two ants go out of their homes. They are good friends. One ant is big, one ant is small. Big ant is Ben, small ant is Sen. വലുതിൻ്റെ പേര് ബെൻ എന്നാണ്, ചെറുതിൻ്റെ പേര് സെൻ എന്നാണ്. അവർ രണ്ടുപേരും കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. They go out to play. The ants reach the park. ആ രണ്ട് ഉറുമ്പുകളും പാർക്കിലേക്ക് എത്തി. അവർ ഊഞ്ഞാല് കണ്ടു. അവർ സീസയിലിരുന്നു. സീസോ മുകളിലോട്ടും താഴോട്ടും പോയി അല്ലേ? ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പിക്ചർ കണ്ടോ? ഇതിൽ രണ്ട് ഉറുമ്പുകളും സീസോയിലിരുന്നതായിട്ട് കാണാം. താഴെയുള്ളത് ഏതുറുമ്പാ? താഴെയുള്ളത് ബെന്നാണ്, മുകളിലുള്ളത് സെന്നാണ്. ബെന്നല്ലേ വലുത്? വലുതല്ലേ താഴെയുള്ളത്? സെന്ന് മുകളിലാണ് ഉള്ളത്. ഇനി നമുക്ക് വായിച്ചാലോ? സെൻ ഗോസ് അപ്പ്. സെൻ ഗോസ് അപ്പ്. സെൻ മുകളിലേക്ക് പോകുന്നു. ബെൻ കംസ് ഡൗൺ. ബെൻ കംസ് ഡൗൺ. ബെന്ന് താഴേക്ക് വരുന്നു. സെൻ മുകളിലോട്ട് പോകുന്നു. ബെൻ താഴോട്ട് വരുന്നു. ബെൻ ആൻഡ് സെൻ ഗോ അപ്പ് ആൻഡ് ഡൗൺ. ബെൻ ആൻഡ് സെൻ ഗോ അപ്പ് ആൻഡ് ഡൗൺ. ബെന്നും സെന്നും മുകളിലേക്കും താഴേക്കും പോകുന്നു. സീസോയിൽ അങ്ങനെയല്ലേ? ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റേയാൾ താഴോട്ട് വരും. ബോത്ത് ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ബോത്ത് ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. രണ്ട് ഉറുമ്പുകളും മുകളിലേക്കും താഴേക്കും പോകുന്നു. ഒരു ഉറുമ്പ് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ ഉറുമ്പ് താഴേക്ക് പോകുന്നു. ബോത്ത് ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. രണ്ട് ഉറുമ്പുകളും മുകളിലേക്കും താഴേക്കും പോകുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്തതായി എന്ത് സംഭവിക്കും? ഇനി എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് അടുത്ത പേജിൽ നോക്കിയാലോ? ഈ പിക്ചർ ശ്രദ്ധിച്ചോ? അപ്പം ഇനി നമുക്ക് വായിച്ചാലോ? സഡൻലി സെൻ ഗോസ് അപ്പ് ഇൻ ദ സ്കൈ. സഡൻലി. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. സഡൻലി സെൻ ഗോസ് അപ്പ് ഇൻ ദ സ്കൈ. പെട്ടെന്ന് സെൻ ആകാശത്തേക്ക് ഉയർന്നു. സെൻ ഗോസ് അപ്പ് ഇൻ ദ സ്കൈ. ആകാശത്തേക്ക് ഉയർന്നു. അതെങ്ങനെയായിരിക്കും? അടുത്തത് വായിക്കാം. ബെൻ ഫോൾസ് ഡൗൺ ഓൺ ദി ഗ്രൗണ്ട്. ബെൻ ഫോൾസ് ഡൗൺ ഓൺ ദി ഗ്രൗണ്ട്. ബെൻ നിലത്തേക്ക് വീണു. എന്താ സംഭവിച്ചേ? സഡൻലി സെൻ ഗോസ് അപ്പ് ഇൻ ദ സ്കൈ. ബെൻ ഫോൾസ് ഡൗൺ ദ ഗ്രൗണ്ട്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? സീസോയിൽ ഒരാൾ എണീക്കുമ്പോൾ മറ്റേയാൾ താഴേക്ക് വീഴൂലേ? അതുപോലെ ബെന്ന് താഴേക്ക് വീണു. അപ്പൊ ഇപ്പൊ സെന്ന് എവിടെയുള്ള? സെന്ന് മുകളിലോട്ട് പറന്നു. ബെൻ ഫോൾസ് ഡൗൺ ദി ഗ്രൗണ്ട്. താഴേക്ക് വീണു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു ഫാൾ ഡൗൺ വൈൽ പ്ലേയിങ്? സീസോ കളിക്കുമ്പോൾ നിങ്ങളും താഴെ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിൽ പോയപ്പോൾ സീസോ കളിക്കുമ്പോൾ താഴെ വീണിട്ടുണ്ടോ? ഉണ്ടോ? നമുക്കിനി അടുത്ത പേജ് നോക്കിയാലോ? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. എന്നാൽ നമുക്ക് ബാക്കി വായിക്കാം. ദ സ്മോൾ ആൻഡ് സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. ദ സ്മോൾ ആൻഡ് സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. ചെറിയ ഉറുമ്പായ സെൻ ഒരു മരത്തിൻ്റെ ഇലയിൽ വീഴുന്നു. ദ സ്മോൾ ആൻഡ് സെൻ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഉറുമ്പ് സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. ലീഫ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മരത്തിൻ്റെ ഇല. ഇലയാണ് പറയുന്നത് ലീഫ്. ട്രീ എന്ന് പറഞ്ഞാൽ മരം. ദ സ്മോൾ ആൻഡ് സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. ചെറിയ ഉറുമ്പായ സെൻ ഒരു മരത്തിൻ്റെ ഇലയിൽ വീഴുന്നു. ദ ബിഗ് ആൻഡ് ബെൻ ഫാൾസ് ഓൺ ദി ഗ്രാസ്.
The big and Ben falls on the grass. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എവിടെയാ? പുല്ല്. വലിയ ഉറുമ്പായ ബെൻ പുല്ലിലേക്ക് വീഴുന്നു. കണ്ടോ? ഇവിടെ പിക്ചർ കണ്ടോ? ബെന്ന് പുല്ലിലേക്ക് വീഴുന്നതായിട്ട് കണ്ടോ? ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഡസ് സെൻ ഫാൾ? വേർ ഡസ് ബെൻ ഫാൾ? സെൻ എവിടെയാ വീഴുന്നത്? ബെൻ എവിടെയാ വീഴുന്നത്? അറിയില്ലേ? സെൻ എവിടെയാ വീണത്? ഒരു മരത്തിന്റെ ഇലയിൽ. സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. സെൻ ഫാൾസ് ഓൺ ദി ലീഫ് ഓഫ് ദി ട്രീ. വേർ ഡസ് ബെൻ ഫാൾ? ബെൻ എവിടെയാ വീണത്? എവിടെയാ? പുല്ലിലേക്ക്. ബെൻ ഫാൾസ് ഓൺ ദി ഗ്രാസ്. ബെൻ ഫാൾസ് ഓൺ ദി ഗ്രാസ്. ബെന്ന് പുല്ലിലേക്ക് വീണു. പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. ഞാൻ വായിക്കുമ്പോഴേ നിങ്ങൾ പുസ്തകം തന്നെ നോക്കണേ. നല്ല കുട്ടികളാവണേ. വായിക്കാം. സെൻ ലുക്സ് ഡൗൺ. സെൻ ലുക്സ് ഡൗൺ. സെൻ താഴേക്ക് നോക്കി. ലുക്സ് ഡൗൺ. ലുക്സ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. സെൻ ലുക്സ് ഡൗൺ. സെൻ താഴേക്ക് നോക്കി. ബെൻ ലുക്സ് അപ്പ്. ബെൻ ലുക്സ് അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? മുകളിലോട്ട്. ഓക്കെ, അപ്പൊ ബെൻ ലുക്സ് അപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ബെൻ മുകളിലേക്ക് നോക്കി. സെൻ ലുക്സ് ഡൗൺ. ബെൻ ലുക്സ് അപ്പ്. സെൻ താഴോട്ട് നോക്കി, ബെൻ മുകളിലോട്ട് നോക്കി. സെൻ ഈസ് സാഡ്. സെൻ ഈസ് സാഡ്. സെൻ ദുഃഖിതനായി, വിഷമത്തിലായി. ബെൻ ഈസ് സാഡ്. ബെന്നും ദുഃഖത്തിലായി, സങ്കടത്തിലായി. എ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ലീഫ് സീസ് സെൻ ക്രൈയിങ്. എ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ലീഫ് സീസ് സെൻ ക്രൈയിങ്. ഈ ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഞ്ഞുതുള്ളി, മഞ്ഞുറ്റൂലേ, അതിനാണ് പറയുക ഡ്യൂ ഡ്രോപ്പ്. ഓക്കെ, എ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ലീഫ് സീസ് സെൻ ക്രൈയിങ്. ഇലയിലെ ഒരു മഞ്ഞുതുള്ളി സെൻ കരയുന്നത് കാണുന്നു. വൈ ആർ യു ക്രൈയിങ്? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത്? വൈ ആർ യു ക്രൈയിങ് എന്ന് വെച്ചാൽ നീ എന്തിനാണ് കരയുന്നത്? ദ ഡ്യൂ ഡ്രോപ്പ് ആസ്ക്സ്. ദ ഡ്യൂ ഡ്രോപ്പ് ആസ്ക്. ആ മഞ്ഞുതുള്ളി ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത് എന്ന് ആ മഞ്ഞുതുള്ളി ചോദിക്കുന്നു. അപ്പൊ ഇനി സെൻ എന്താ പറയുന്നത് നോക്കാം. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ. ടേക്ക് മീ ഡൗൺ സേസ് സെൻ. എന്നെ താഴെ ഇറക്കൂ എന്ന് സെൻ പറയുന്നു. എന്താ പറയുന്നത്? ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. ടേക്ക് മീ ഡൗൺ സേസ് സെൻ. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ. എന്നെ ഒന്ന് താഴെ ഇറക്കൂ എന്ന് സെന്ന് പറയുന്നു. സെൻ ഇപ്പോൾ എവിടെയാ ഉള്ളേ? ഒരു മരത്തിന്റെ ഇലയിലാ ഉള്ളേ, മുകളിലാ ഉള്ളേ. അപ്പോ ഒരു മഞ്ഞുതുള്ളി സെന്നിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്ത് പറ്റി എന്ന് മഞ്ഞുതുള്ളി സെന്നിനോട് ചോദിക്കുന്നു. അപ്പൊ സെന്ന് പറയുക, എന്നെ ഒന്ന് സഹായിക്കൂ, എന്നെ ഒന്ന് താഴെ ഇറക്കൂ എന്ന് സെന്ന് പറയുക. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. ടേക്ക് മീ ഡൗൺ. എന്നെ ഒന്ന് താഴെ ഇറക്കൂ, എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് സെന്ന് പറയുക. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വൈ ആർ ബെൻ ആൻഡ് സെൻ സാഡ്? വൈ ആർ ബെൻ ആൻഡ് സെൻ സാഡ്? എന്തുകൊണ്ടാണ് ബെന്നും സെന്നും സങ്കടത്തിലായത്, ദുഃഖത്തിലായത്? എന്തുകൊണ്ടാ? രണ്ടുപേരും വീഴുന്നു. ചെറിയ ഉറുമ്പായ സെൻ മരത്തിന്റെ ഇലയിലും വലിയ ഉറുമ്പായ ബെൻ പുല്ലിലേക്കും വീഴുന്നു. അതുകൊണ്ടാണ് അവർ സങ്കടത്തിലായത്. ഹൂ ഈസ് ഓൺ ദി ലീഫ് നിയർ സെൻ?
സെന്നിനടുത്തുള്ള ഇലയിൽ ആരാണ് ഉള്ളത്? സെന്നിനോട് ഇപ്പൊ മിണ്ടിയതൊക്കെ ആരാ? മഞ്ഞുതുള്ളി. മഞ്ഞുതുള്ളിന് എന്താ പറയാ? ഡ്യൂ ഡ്രോപ്പ്. ഇപ്പൊ സെന്നിന്റെ അടുത്ത് ആരാ ഉള്ളത്? ഡ്യൂ ഡ്രോപ്പ്, മഞ്ഞുതുള്ളി. ഓക്കെ. വിൽ ദ ഡ്യൂ ഡ്രോപ്പ് ഹെൽപ് സെൻ? വിൽ ദ ഡ്യൂ ഡ്രോപ്പ് ഹെൽപ് സെൻ? ആ മഞ്ഞുതുള്ളി സെന്നിനെ സഹായിക്കുമോ? സഹായിക്കുമോ? ആ മഞ്ഞുതുള്ളിക്ക് സെന്നിനെ സഹായിക്കാൻ പറ്റുമോ? എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. ഈ പിക്ചർ കണ്ടോ? ഇതിൽ മഞ്ഞുതുള്ളിയും സെന്നിനെയും കണ്ടോ? അപ്പൊ ഇനി നമുക്ക് വായിക്കാം. ഡോണ്ട് വെറി സേസ് ദ ഡ്യൂ ഡ്രോപ്പ്. ഡോണ്ട് വെറി സേസ് ദ ഡ്യൂ ഡ്രോപ്പ്. ഡോണ്ട് വെറി, വിഷമിക്കേണ്ട, മഞ്ഞുതുള്ളി പറയുന്നു. ഡോണ്ട് വെറി, വിഷമിക്കേണ്ട. സേസ് ദ ഡ്യൂ ഡ്രോപ്പ്. ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. കം വിത്ത് മീ. കം വിത്ത് മീ. കം എന്ന് പറഞ്ഞാൽ എന്താ? വാ. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വാ എന്നാണ്. കം വിത്ത് മീ, എൻ്റെ കൂടെ വാ. ലെറ്റ്സ് ജംപ് ഡൗൺ ടു ദ യെല്ലോ ലീഫ്. ലെറ്റ്സ് ജംപ് ഡൗൺ ടു ദ യെല്ലോ ലീഫ്. നമുക്ക് മഞ്ഞ ഇലയിലേക്ക് ചാടാം എന്ന് ഡ്യൂ ഡ്രോപ്പ് പറയുന്നു. എന്താ പറഞ്ഞേ? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. കം വിത്ത് മീ. ലെറ്റ്സ് ജംപ് ഡൗൺ ടു ദ യെല്ലോ ലീഫ്. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ കൂടെ വാ. നമുക്ക് ആ മഞ്ഞ ഇലയിലേക്ക് ചാടാം. ആ മഞ്ഞ ഇലയിലേക്ക് ചാടുന്നത് എന്തിനായിരിക്കും? മഞ്ഞയില പെട്ടെന്ന് താഴേക്ക് വീഴും. അത് കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡസ് ദി ഡ്യൂ ഡ്രോപ്പ് സേ? വാട്ട് ഡസ് ദി ഡ്യൂ ഡ്രോപ്പ് സേ? മഞ്ഞുതുള്ളി എന്താണ് പറയുന്നത്? എന്താ പറഞ്ഞേ? ഡോണ്ട് വെറി എന്നാണ് പറഞ്ഞേ, വിഷമിക്കേണ്ട. വാട്ട് ഐഡിയ ഡസ് ദി ഡ്യൂ ഡ്രോപ്പ് ഗിവ് സെൻ? വാട്ട് ഐഡിയ ഡസ് ദി ഡ്യൂ ഡ്രോപ്പ് ഗിവ് സെൻ? മഞ്ഞുതുള്ളി സെന്നിന് എന്ത് ആശയമാണ് നൽകുന്നത്? എന്താ നൽകിയത്? നമുക്ക് ആ മഞ്ഞ ഇലയിലേക്ക് ചാടാം എന്നാണ് മഞ്ഞുതുള്ളി പറഞ്ഞത്. എന്തിനായിരിക്കും ആ മഞ്ഞ ഇലയിലേക്ക് ചാടാൻ പറഞ്ഞത്? മഞ്ഞ ഇല പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീഴും, അതുകൊണ്ടാ. അതറിയോ? നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ മരങ്ങൾ ഉണ്ടാവൂലേ? അതിന്റെ മഞ്ഞ ഇലയും കറുത്ത ഇലയും താഴെ വീഴുന്നതായിട്ട് കാണുന്നുണ്ടോ? മഞ്ഞ ഇല പെട്ടെന്ന് താഴേക്ക് വീഴും, അതുകൊണ്ടാണ് ആ മഞ്ഞുതുള്ളി പറഞ്ഞത് ആ മഞ്ഞ ഇലയിലേക്ക് ചാടൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി വരുന്ന ക്ലാസ് അടുത്ത വീഡിയോയിൽ ഇടാം. 1ാം ക്ലാസ്സിന്റെ എല്ലാ വീഡിയോകളും 1ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.